ഹായ് ഫ്രണ്ട്സ്, ശ്രീ ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഗിയൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്കിതിൽ പ്രധാനപ്പെട്ടതായിട്ട് വേണ്ട ചേരുവകൾ നമുക്കെല്ലാതും പറഞ്ഞു തരാം. സുഗിയൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുപയർ, 1 ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് വേവിച്ച് വെള്ളത്തിലിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. വെന്ത് ഉടയാൻ പാടില്ല. ശർക്കര വേണം, 1 കപ്പ് മൈദ വേണം, 1/2 കപ്പ് അരിപ്പൊടി വേണം, നാളികേരം, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 നുള്ളു ഉപ്പ്, പിന്നെ സാദാ പച്ചവെള്ളം. ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത്. ശർക്കര നമ്മൾ എടുത്തിട്ടുള്ളത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. 5-8 ശർക്കരയുടെ അച്ച്. നമ്മുടെ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് ഉരുണ്ട ഒരു ശർക്കരയുടെ വലിയ ഒരു ഇതായിരിക്കും. അതിനെ പൊടിച്ചിട്ടാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് എടുത്തിട്ട് അപ്പൊ നമുക്കിത് ഒന്ന് ശർക്കര പാനിയാക്കി എടുക്കണം. നമ്മൾ പൊടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ വേഗം നമുക്കത് ശർക്കര പാനിയെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്കതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെച്ചിട്ട് പാനിയാക്കി എടുക്കാം. ശർക്കര പാനിയായി വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ മൈദ, 1 പാത്രം മൈദ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും 1/2 കപ്പ് അരിപ്പൊടി, ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ചിട്ട് മാവ് പരുവത്തിലാക്കി എടുക്കാം. ശർക്കര പാനീയം ആയി വരുന്ന സമയത്ത് നമുക്ക് നാളികേരം, എടുത്തു വെച്ചിട്ടുള്ള നാളികേരം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തിളച്ചിട്ടില്ല, പാനിയായിട്ടൊന്നുമില്ല, ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ നീക്കി വെച്ചിട്ടുള്ള ഉപ്പുണ്ടല്ലോ, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് മാവ് രൂപത്തിൽ ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പൊടികളുടെ അളവ് 1 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിരിക്കുന്ന പാത്രത്തിന്റെ അളവനുസരിച്ച്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എടുക്കുമ്പോൾ 2 കപ്പ് എടുക്കണ്ടെങ്കിൽ മൈദയുടെ അളവ് 1 കപ്പ്. അപ്പൊ ബൗളിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതേ അളവിൽ എടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഏത് പാത്രം കൊണ്ടാണ് എടുക്കുന്നത് അപ്പൊ ആ അളവനുസരിച്ച് നമ്മൾ എടുക്കാം കേട്ടോ. ഇപ്പൊ നന്നായിട്ട് ലൂസായിട്ട് ഇതൊരു മാവ് പരുവത്തിലായി വന്നിട്ടുണ്ട്. കട്ടകളൊക്കെ നന്നായിട്ട് നമ്മൾ ഉടച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഇനി നന്നായിട്ട് നമ്മൾ മാവ് രൂപത്തിലാക്കിയിട്ടില്ല, അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല കളർ വരാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല മഞ്ഞ കളറിൽ കണ്ടോ ആയിട്ടുണ്ട്. നമ്മുടെ ശർക്കര പാനിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നാളികേരം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കണം. ഇനി വരട്ടിയെടുത്ത് വെള്ളം വറ്റുന്ന സമയമാകുമ്പോൾ നമുക്ക് ഏലക്കത്തരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഏലക്കാത്തരി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട്
നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേ പരുവത്തില് ആയി കിട്ടുമ്പോൾ നമുക്കിതില് ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്കിത് ഉടയാതെ വരട്ടിയെടുക്കാം കേട്ടോ. നെയ്യ് താല്പര്യമുള്ളവർക്ക് നെയ്യ് ആഡ് ചെയ്യാം. നന്നായിട്ട് വെള്ളം വറ്റിച്ച് നമ്മളിതിനെ വരട്ടിയിട്ട് പാത്രത്തിലോട്ട് എടുക്കാം. ഇതേ ഒരു പരുവത്തിൽ നമുക്ക് ഇതിനെ ആക്കിയെടുക്കാം. ഇതിലോട്ട് മാറ്റാം. ഇത് മാറ്റി ആക്കിയതിന് ശേഷം ചെറിയ ചൂട്ടോട് കൂടിയിട്ട് നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് ചെറിയ ചൂട്ടോട് കൂടി തന്നെ നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ചൂട്ടോടെ നമ്മൾ ഉരുളകളാക്കി എടുക്കുകയാണെങ്കിൽ മാത്രമേ ഉരുണ്ടിട്ട് തന്നെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചൂടാറിയതിന് ശേഷമാകുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഇതിൽ ആക്കിയെടുക്കാൻ പറ്റില്ലേ, നമുക്ക് പൊടിഞ്ഞു പോകില്ലേ. അതുകൊണ്ടാണ് ചൂട്ടോടെ ചെയ്യണമെന്ന് പറയുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന ചൂട്ടോടെ നമുക്ക് കൈകൊണ്ട് പറ്റുന്ന ഇതുപോലെ ചെയ്യാം. പിന്നെ ഈ ചെറുപയർ വെന്തിട്ടുള്ളതാണ്, വെന്ത് ഉടഞ്ഞിട്ടില്ല, വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം മാത്രം മതി. നമുക്കിതിൽ ഈ മാവിലോട്ട് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പാത്രത്തിലോട്ട് ലൈറ്റ് മഞ്ഞ കളർ തന്നെ ആയാൽ മതി. ഓരോന്നായിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ശർക്കരയുടെ അളവ്, മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, സീ യു.